ഞാൻ കോവിഡിന് മുന്നേ പോലും, അതായത് ഈ ഒരു ഹൈപ്പ് ഈ സാധനത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയതാണ് ആ പ്രോഡക്റ്റ്. നമ്മുടെ സ്കിൻ നാച്ചുറലി ഉള്ളിൽ നിന്നൊരു ഗ്ലോ വരൂലേ, അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടി തുടങ്ങി യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ പർച്ചിങ്ങിന്റെ ടൈമിൽ എന്നെ എന്റെ സ്കിന്നിനെ ഹീൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത് സ്റ്റെയിൻ മ്യൂസിനായിരുന്നു. മാറാതെ അപ്ലൈ ചെയ്യുന്ന 2 സ്കിൻ കെയർ പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഇത്. ഞാനിതിപ്പോ പറയുമ്പോൾ ഒച്ചിന്റെ സാധനം എങ്ങനെയാ മുഖത്തിടുന്നത്, ഈ 5 പ്രോപ്പർട്ടിയും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിന്റെ എസൻസ് ഭയങ്കര ഹൈപ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ട്. ആ മ്യൂസിനെ അവർ എടുത്തിട്ട് അത് കുറേ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിൽ അത് എക്സ്ട്രാ ആ പ്യൂർ ഫോം കിട്ടുന്നത്. നമ്മളിപ്പോ ഹൈപ്പ് കണ്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്നതിന് മുന്നേ അത് എന്താണെന്ന് അറിയണം, അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതെല്ലാം പറഞ്ഞത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് നിങ്ങൾക്ക് സ്നെയിൽ മ്യൂസിനെ ആഡ് ചെയ്യാൻ പറ്റും. അറിയാൻ പറ്റുന്നത് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങൾ അതെല്ലാം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ആദ്യം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലെയർ ചെയ്യാതെ ഞാൻ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മോക്കുരു വന്ന് സ്കിൻ ഡാമേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവില്ലേ, അത് മാറ്റാനായിട്ട് നമ്മൾ സ്നെയിൽ മ്യൂസ് ചെയ്യും. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും എൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സ്പോൺസർ വീഡിയോ അല്ല. അവർക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഞാൻ കോവിഡിന് മുന്നേ പോലും, അതായത് ഈ ഒരു ഹൈപ്പ് ഈ സാധനത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയതാണ് ആ പ്രോഡക്റ്റ്. അത് 2 രീതിയിലുണ്ട്. അപ്പൊ അത് ഏതാണ് ആ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ പ്രൊഡക്റ്റ്, സ്നെയിൽ മ്യൂസിന്റെ എസൻസും സ്നെയിൽ മ്യൂസിന്റെ മോയിസ്ചറൈസറും. ഇത് കോസ്റെക്സിന്റെ ആണ്, കോസ്റെക്സ് ബ്രാൻഡിന്റെ ആണ്. ഞാൻ അതിന്റെ യൂസ് ചെയ്തിട്ടുള്ള ബേസിക്കലി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് ഞാനും ഇതുമായിട്ടുള്ള ഒരു ജേർണി പറഞ്ഞു തരാം. ഞാൻ ഫസ്റ്റ് ഇത് ഒരു യൂട്യൂബിൽ ഒരാൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അത് അന്ന് 1000 സംതിങ് തന്നെയായിരുന്നു ഇതിന്റെ റേറ്റ്. 1000 സംതിങ് ഇത് വാങ്ങിച്ചത് യുദ്ധം നടത്തിയൊക്കെയാണ് ഞാനത് ഇത് വാങ്ങിയത്. ഫേവറേറ്റ് പ്രൊഡക്റ്റ് എന്തോ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, പിന്നെ കൊറിയൻ ആയതുകൊണ്ടും കൂടെ ഒക്കെ ഇഷ്ടം തോന്നി വാങ്ങിച്ചതാണ്. പക്ഷെ ഫസ്റ്റ് ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വാങ്ങി ഒരു 1 വീക്കും എത്തില്ല, 1 വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങി. കാരണം സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ, നമുക്ക് പറയത്തില്ല, നമ്മുടെ സ്കിൻ നാച്ചുറലി ഉള്ളിൽ നിന്നൊരു ഗ്ലോ വരൂലേ, അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടി തുടങ്ങി. 1. 2 വെച്ചാൽ നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റഡ് ആവാൻ തുടങ്ങി. ഞാൻ റെറ്റിനോളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്താണ് ഇത്, റെറ്റിനോൾ ഉപയോഗിച്ച് എൻ്റെ സ്കിൻ ബാരിയർ മറ്റേ പെർജിങ് ഒക്കെ ഇല്ലേ, ആ ടൈമിലാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ പർജിങ്ങിന്റെ ടൈമിൽ എൻ്റെ സ്കിന്നിനെ ഹീൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത് സ്നെയിൽ മ്യൂസിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലാറ്റായി ഉപയോഗിച്ച് തുടങ്ങി. എന്നിട്ട് ഞാൻ മോയിസ്ചറൈസർ ഒരു കണ്ടിന്യൂസ് ഒരു 3-4 ബോട്ടിൽ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി. കാരണം വേറെ കുറച്ച് ഓർഡിനറിയുടെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ബഡ്ജറ്റിൽ നിൽക്കാത്തതുകൊണ്ട് മാത്രം വിഷമിച്ച് ഞാനിത് മാറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അപ്പോഴാണ് എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെയും ബിക്വലിന്റെ ഒക്കെ മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ സെറമൈഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് നിർത്തിയിട്ട് ഞാൻ സെറമൈഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് സ്നെയിൽ മ്യൂസിൻ എൻ്റെ സ്കിൻ കെയറിൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സാധനത്തിലോട്ട് പോയി, ഇതിന്റെ എസൻസും. അപ്പോൾ ഇതിപ്പോ നിങ്ങൾ അതിലിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടാരും ഉണ്ടാവത്തില്ല. ഇതിപ്പോ പ്രസന്റ് ഞാനല്ല യൂസ് ചെയ്യുന്നത്, ഇത് എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നതാണ്. ഇത് പുള്ളിക്കാരൻ 2 ഉപയോഗത്തിന് ഫ്ലാറ്റായി ഇത് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പുള്ളിയുടെ മോയിസ്ചറൈസർ തീർന്ന് എൻ്റെ ഇത് വാങ്ങി ഉപയോഗിച്ചാണ്. അത് എനിക്ക് പറഞ്ഞു, എനിക്ക് ഇതിന്റെ മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് ഇത്. ഈ സാധനം ഇതിപ്പോ എൻ്റെ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ഏത് വീഡിയോയിൽ തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള ലാസ്റ്റ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ, ലാസ്റ്റ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ വരെയുള്ള എല്ലാ വീഡിയോയിലും ഞാൻ മാറാതെ അപ്ലൈ ചെയ്യുന്ന 2 സ്കിൻ കെയർ പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഇത്. ഞാൻ ലെനേജ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കളിച്ചാൽ ഞാൻ ഒരിക്കലും മാറ്റാത്ത, ഞാൻ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഈ കോസ്റെക്സിന്റെ ഈ സ്നെയിൽ മ്യൂസിൻ. ഇത് 96 സ്നെയിൽ എസൻസ് ഉള്ള സാധനമാണ്. എനിക്കറിയാം, ഞാനിതിപ്പോൾ പറയുമ്പോൾ ഒച്ചിന്റെ സാധനം എങ്ങനെയാ മുഖത്തിടുന്നത്, ഇത് പ്യുവർ ആണ്, ഒച്ചിന്റെ സാധനം ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് എന്താ റിഫൈൻ ചെയ്തെടുക്കുന്നതാണ്, വേറെ ബാക്ടീരിയസ് അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോ എൻ്റെ 5ാമത്തെ ബോട്ടിലാണ്. ഇതിപ്പോ തീരാറായി. ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത ഒരേ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വെച്ചാൽ തീരുന്നതിന് മുന്നേ ആലോചിച്ച് ഞാൻ വാങ്ങിക്കുന്ന ഒരേ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് എൻ്റെ സ്നെയിൽ മ്യൂസിൻ. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കോസ്റെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ലാസ്റ്റ് 3 വർഷമായിട്ടാണ്. ഞാൻ എസൻസിലോട്ട് വന്നിട്ട് 1.5 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് സ്നെയിൽ മ്യൂസിനും ഞാനും തമ്മിലുള്ള ജേർണി. എൻ്റെ സ്കിൻ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷനും ഗ്ലോയും തരുന്ന ഒരു പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഞാൻ റീപർച്ചേസ് ചെയ്യാൻ പോകുന്നത്, ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ പോലും, ഞാൻ വില കുറഞ്ഞൊരു ആൾട്ടർനേറ്റീവ് വന്നാലും ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടു പോകത്തില്ല. കമ്പനി നിർത്താണ്ട് ഞാൻ ഇത് വിട്ടു പോകത്തില്ല. അത്രയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഇനി ഇത് ഞാനും സ്നെയിൽ മ്യൂസിനും തമ്മിലുള്ള ബന്ധം. പക്ഷെ ഞാൻ സ്നെയിൽ മ്യൂസിന് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഹൈപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് സ്നെയിൽ മ്യൂസിൻ, നമ്മുടെ സ്കിന്നിൽ സ്നെയിൽ മ്യൂസിൻ എന്തൊക്കെയാണ് തരുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നെയിൽ മ്യൂസിൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് നോക്കാം.
ഇനി എന്തൊക്കെയാണ് ഈ സ്നെയിൽ മ്യൂസിനകത്ത് ഉള്ളതെന്ന് നോക്കാം. സ്നെയിൽ മ്യൂസിനകത്ത് പ്രധാനമായിട്ട് 5 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഒന്ന് പോളിഫിനോൾ, പിന്നെ പോളിസാക്കറൈഡ്സ്, ഗ്ലൈക്കോളിക് ആസിഡ്, അലക്ടോൺ, പിന്നെ ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ്. ഈ 5 സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനകത്ത് ഉള്ളത്. ഇനി ഇതിനകത്ത് ഓരോന്നും നമ്മുടെ സ്കിന്നിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. ഇതിൽ ഇനി ഓരോന്ന് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ പോളിഫിനോൺസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മുടെ നേച്ചറിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. രണ്ടാമത്തെയാണ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ വാട്ടറിനെ റിറ്റെയിൻ ചെയ്യാനായിട്ട് പോളിസാക്കറൈഡ്സ് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് അടുത്താണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഇതിനകത്തുള്ള ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് മൈൽഡായിട്ട് ഒരു എക്സ്ഫോളിയേഷൻ തരും. മാത്രമല്ല ഫൈൻ ലൈൻസ് റിങ്കിൾസിന്റെ അപ്പിയറൻസ് ഒന്ന് കുറയ്ക്കാനും ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അടുത്താണ് അലൻടോൺ. അലൻടോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വൂണ്ട് ഹീലിംഗ്, നമുക്ക് ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. അത് ഏറ്റവും അവസാനത്തേന് ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ്. നിങ്ങളിപ്പോൾ എൻ്റെ ഹൈഡ്രോണിക് ആസിഡിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്ന സാധനമാണ് ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ്. ഹൈഡ്രോണിക് ആസിഡ് ഒരു ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് ആണ്. അതുപോലെ ഒരു ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് സ്നെയിൽ മ്യൂസിനകത്ത് നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിന് മുന്നേ വേറെ ഒന്നിൽ നിന്നും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സാധനം നമ്മുടെ സ്കിന്നിൽ തന്നെ ഉണ്ട്. കൊളാജൻ, എലാസ്റ്റിൻ, അത് കഴിഞ്ഞിട്ട് ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് എന്നാണ് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന്റെ ലെയറിലുണ്ട്. ഇത് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് നന്നായിട്ട് പിടിച്ചു നിർത്താനും നമ്മുടെ സ്കിന്നിന് ആ ഒരു പ്ലംബിങ് എഫക്റ്റ് ഇല്ലേ അത് തരാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ്. അപ്പോൾ ഇതുവരെയും ഒരു രീതിയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ഒരു ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസ് നമുക്ക് ഈ സ്നെയിൽ മ്യൂസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസ്, അതായത് ആന്റി ഓക്സിഡന്റ് ഉണ്ട്, വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി ഉണ്ട്, പ്ലംബിങ് എഫക്റ്റ് തരുന്നുണ്ട്, പിന്നെ നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ 5 പ്രോപ്പർട്ടിയും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിന്റെ എസൻസ് ഭയങ്കര ഹൈപ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ സ്നെയിൽ മ്യൂസിന്റെ ഹൈപ്പ് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് വന്നതെങ്കിലും സ്നെയിൽ മ്യൂസിൻ പണ്ട് ഹിപ്പോക്രേറ്റ്, അതായത് ഫാദർ ഓഫ് മെഡിസിന്റെ കാലം തൊട്ടേ ഉണ്ട്. പക്ഷെ അന്ന് സ്നെയിൽ മ്യൂസിൻ എടുക്കുന്നത് അതിനെ ടോർച്ചർ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പോ ഇത് ക്രുവൽറ്റി ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാധനമാണ്. ഒരു സാധനം ക്രുവൽറ്റി ഫ്രീ ആണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് അനിമലിനെ ടെസ്റ്റ് ചെയ്യാതിരിക്കല്, പിന്നെ അനിമലിനെ ടോർച്ചർ ചെയ്ത് എടുക്കാതിരിക്കുന്നതിനൊക്കെ നമ്മൾ ക്രുവൽറ്റി ഫ്രീ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പശുവിന് പാല് ഇറക്കുന്ന ക്രുവൽറ്റി ഫ്രീ അല്ലേ, സെയിം എക്സാക്ട്ലി. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ സ്നെയിൽ, അതായത് പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സൗത്ത് കൊറിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്നെയിൽ മ്യൂസിൻ വരുന്നത്. മാത്രമല്ല ഇതവിടെ സൗത്ത് കൊറിയ സ്കിൻ കെയറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല അവര് ക്രുവൽ ഫ്രീ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രുവൽ ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളത് സൗത്ത് കൊറിയയിൽ. കാരണം അവർ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഒരു രീതിയിലുള്ള അനിമൽ ടെസ്റ്റിംഗ് അവർ അനുവദിക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് ക്രുവൽ ഫ്രീ ആണ്. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു കൂൾ കണ്ടീഷനിൽ നമ്മൾ സ്നെയിലിന് വിടും. എന്നിട്ട് അവരിങ്ങനെ നടക്കാൻ വിടുമ്പോഴായിരിക്കും അതിൻ്റെ ബേക്കുന്ന മ്യൂസിൻ വരും. ആ മ്യൂസിൻ അവർ എടുത്തിട്ട് അത് കുറേ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ അത് എക്സ്ട്രാ ആ പ്യൂർ ഫോം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റെറിലൈസ്ഡ് ആണ്, ക്രുവൽ ഫ്രീ ആണ്, നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ആരും ഇപ്പം വൃത്തിയില്ലാത്തതാണ് അങ്ങനെയൊന്നുമില്ല, പ്രോപ്പർ വൃത്തിയുള്ള സാധനമാണ്. വേറൊരു കുഴപ്പവും ഇതിനില്ല, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് കുറെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഫസ്റ്റ് സ്നെയിൽ മ്യൂസിൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ റീപർച്ചേസ് ചെയ്യുന്ന കണ്ട് ഗതി കേട്ട് പിന്നെ ഒരു പ്രാവശ്യം ഗതി കേട്ട് അവസ്ഥ വന്ന് ഉപയോഗിച്ചപ്പോഴത്തേ പുള്ളിക്ക് മനസ്സിലായി ഇറ്റ്സ് ഫൈൻ, കുഴപ്പമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് പിന്നെ പുള്ളി ഉപയോഗിച്ചു തുടങ്ങിയതാണ്. പിന്നെ കാരണം ഇതിൻ്റെ ആ ഒരു മ്യൂക്കസ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഉപയോഗിക്കാനൊരു ഇറിറ്റേഷൻ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും തോന്നേണ്ട ആവശ്യമൊന്നും അതിനകത്തിൽ. സ്റ്റെറിലൈസ് ചെയ്താണ് എടുക്കുന്നത്. പിന്നെ അവർ അതിനെ കൊച്ചിനെ കൊന്നു കൊല വിളിച്ചൊന്നും അല്ല ഉണ്ടാക്കുന്നത്. അവരുടെ രീതിക്ക് അവരുടെ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ അനുവദിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ അവരെ നമ്മൾ അത്രയും ഒരു സ്ട്രെസ് കൊടുത്തിട്ടാണ് അത് എടുക്കുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഞാനത് ഈ കഥ മൊത്തം പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് സ്നെയിൽ മ്യൂസിയം, നമ്മളിപ്പോൾ ഹൈപ്പ് കണ്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്നതിന് മുന്നേ അത് എന്താണെന്ന് അറിയണം, അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതെല്ലാം പറഞ്ഞത്. അപ്പോൾ എന്താണ് സ്നെയിൽ മ്യൂസിയം എന്ന് മനസ്സിലായി, എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് മനസ്സിലായി, ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഒക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും എങ്ങനെയൊക്കെ സ്നെയിൽ മ്യൂസിയം അവരുടെ സ്കിൻ കെയറിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ നോക്കാം. ഇനി സ്നെയിൽ മ്യൂസിയം നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. എന്നെ ബേസിക്കലി അറിയാവുന്ന എൻ്റെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ മോർണിംഗിലും നൈറ്റിലും എൻ്റെ ഷേവിങ് കഴിഞ്ഞാലും എൻ്റെ പീലിംഗ് കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്നെയിൽ മ്യൂസിയം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതോ ആയിക്കോട്ടെ, ഡ്രൈ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓയിലി, ആക്നെ പ്രോൺ, ഡ്രൈ ആക്നെ പ്രോൺ, സെൻസിറ്റീവ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് നിങ്ങൾക്ക് സ്നെയിൽ മ്യൂസിയം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇപ്പം ഞാൻ ബേസിക്കലി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നാണ്. ക്ലൈമറ്റ് അനുസരിച്ച് ചില സമയത്ത് നോർമലോ രൺസമില്ലാത്ത സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ സ്കിൻ മാറും. അപ്പം അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഡ്രൈ ആക്കിയിട്ട് വിറ്റാമിൻ സി അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് എസൻസ് യൂസ് ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എസൻസിനകത്ത് നമ്മളിപ്പോൾ ഈ കോസ്മെറ്റിക്സിൻ്റെ എസൻസിനകത്താണെങ്കിൽ കുറച്ച് ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഹൈഡ്രേറ്റിംഗ് സെറം അപ്ലൈ ചെയ്തിട്ട് എസൻസ് അപ്ലൈ ചെയ്യും. കാരണം എൻ്റെ എന്താ പറയുക നിയാസിനമൈഡ് സെറം കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയതുകൊണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിയാസിനമൈഡാണ് കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ എസൻസ് അപ്ലൈ ചെയ്യും. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എസൻസ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയ ആ ഒരു പക്ഷേ നിങ്ങൾ വിറ്റാമിൻ സി ഒക്കെ യൂസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ട. വിറ്റാമിൻ സി അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെങ്കിൽ എസൻസ് യൂസ് ചെയ്യാം. പിന്നെ സാൻസ്ക്രീൻ പറ്റുന്നത് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങൾ അതെല്ലാം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ആദ്യം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കോസ്റെക്സിൻ്റെ എസൻസ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അതിനുശേഷം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ കെയർ ലെയറിങ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഐക്കാർഡ് കൊടുക്കാൻ കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇൻവേസ് അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എസൻസ് കൊടുത്തിട്ട് ബാക്കി സെറംസ് ഫോളോ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഓയിലി ടു എക്സ്ട്രീം ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളത് കുറച്ച് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഇനി ഞാൻ ഇതാണ് ഫസ്റ്റ് യൂസ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ വേണ്ട, എൻ്റെ പഴയ തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ സ്റ്റിക്കിനെസ് കണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സ്റ്റിക്കിനെസിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ആ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടായിരിക്കണം. ഇത് അപ്ലൈ ഒരു സത്യമാണ് ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് തൊടുമ്പോൾ നമുക്ക് സ്റ്റിക്നെസ് തോന്നിയാൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്നെസ് തോന്നത്തില്ല. അതാണ് എസൻസിന്റെ പ്രത്യേകത. പക്ഷെ നമ്മൾ മോയ്സ്ചറൈസറിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ തിക്കാണ്. മറ്റത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിക്കാണ്. ഞാൻ ഈ ഇത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണ്ട കുറച്ചും കൂടെ തിക്കാണ്. അപ്പം നിങ്ങളത് കുറച്ച് ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങളത് കുറച്ചും എസൻസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ ഓയിലി സ്കിന്നുകാർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഓയിലി സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെറമൊക്കെ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ഞാൻ ബേസിക്കലി അങ്ങനെയും ചെയ്യാം. നിങ്ങൾ കോമ്പിനേഷൻ സ്കിൻ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എസൻസിലോട്ട് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസറിലോട്ട് ഫോക്കസ് ചെയ്യാം. ഒന്നാമത്തെ യൂസ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇത് ഏറ്റവും നല്ലൊരു പ്രൈമർ ബേസാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ പൊതുവെ വീഡിയോ എടുക്കാൻ നേരത്താണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ എടുക്കും. അതിൻ്റെ മുകളിൽ ഒരു പമ്പ് ഫൗണ്ടേഷൻ എടുത്താൽ ഞാൻ 2 പമ്പ് സ്നേഹിമിസിൻ്റെ എസൻസും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആ തിക്നെസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ തിക്നെസ് മാറ്റിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്നേഹിമിസ് മുഖത്ത് അപ്ലൈ ചെയ്ത് എൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ ഫിനിഷ് നമ്മുടെ ഫൗണ്ടേഷന് കിട്ടും. അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. 2. 3 വെച്ചാൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിമിസ് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ ഒച്ചിൻ്റെ സ്കിൻ കണ്ടിട്ടില്ല, ഭയങ്കര ഒരു ഒഴുകി നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്കിന്നിനെ ഇത്രയും ഹാർഷ് ക്ലൈമറ്റിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ മ്യൂസിനെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നമ്മുടെ സ്കിന്നെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ അലർജിക്ക് ആയിരിക്കരുത്. കാരണം ഒരുപാട് പേർക്ക് സ്നേഹിമിസിന് അലർജി ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് മോർ ദാൻ 80% ആൾക്കാർക്കും അലർജി ഇല്ല എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ കുറച്ച് ആൾക്കാർ പെർസെൻറ്റേജ് ആൾക്കാർക്ക് 20% എന്ന് വെച്ചാൽ 20% ഇല്ല. ഞാൻ പിന്നെ എന്നാലും 20 പറയുന്നത് 20% ആൾക്കാർക്കും ഇല്ല എന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇനി നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആണല്ലോ. നമ്മുടെ സ്റ്റഡീസ് എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ 20% ഇട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹോം പ്രൊഡക്റ്റ് ആണ് ഇത്. ഇനി ആക്നെ പ്രോൺ സ്കിൻ ആണ് നിങ്ങൾക്ക് ഒരുപാട് ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിമിസ് ആഡ് ചെയ്യാം. അതിപ്പം ഡ്രൈ ആക്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ നോർമൽ ആക്നെ ആയിക്കോട്ടെ, ഹോർമോണൽ ആക്നെ ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു സ്കിൻ ഡ്രൈ മോക്കുരി വന്ന് സ്കിൻ ഡാമേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവില്ലേ, അത് മാറ്റാനായിട്ട് നമ്മുടെ സ്നേഹിമിസ് അടുത്ത ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ ലെയർ പ്രോപ്പറായിട്ട് ചെയ്യാതെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് സ്നേഹിമിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തൊരു ഇൻഗ്രീഡിയൻറ്റ്
അങ്ങനെ നമുക്ക് ഫോൺ ഹീലിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയാലും നമുക്ക് സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് സ്പ്രേ ഹെയറിൽ മറ്റേ ഹെയർ സെറം ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അങ്ങോട്ട് നോക്കാനായിട്ട്. പക്ഷേ എന്തായാലും അത് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്താണെങ്കിൽ പറഞ്ഞുതരാം. ഹെയർ സെറമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. കാരണം ഇതെൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ പറയുന്നതുകൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യാത്തത്. ഹെയർ മാസ്ക് ആയിട്ടും സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, പിന്നെ ഡ്രൈ നോർമൽ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ എസൻസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കോമ്പിനേഷൻ ടു ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയാണ് സ്നെയിൽ മ്യൂസിൻ്റെ ഒരു ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്, വൺ ടൈം എങ്കിലും ട്രൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം വൺ ടൈം ട്രൈ ചെയ്ത് നമ്മൾ റീപർച്ചേസ് ചെയ്യും. കാരണം ആ ഒരു ഗ്ലോ, നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ ഇത്രയും പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരെയൊക്കെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റും അവരെ കൊണ്ടൊക്കെ ഞാൻ വാങ്ങിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്നെയിൽ മ്യൂസിൻ. അതെല്ലാം ഈ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്നെയിൽ മ്യൂസിനെ പറ്റിയിട്ടാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പറ്റിയിട്ടോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേസ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.